ഹായ് മക്കളെ, അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേടാ. നമ്മുടെ മോഡൽ എക്സാം ഇതാ വളരെ അടുത്തെത്തിയിരിക്കുകയാണ്. ഇനി വളരെ കുറച്ച് ദിവസം കൂടി മാത്രമേ നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളൂ. നമ്മുടെ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ അങ്ങോട്ട് മാറിയിരിക്കുകയാണ്. ക്രിസ്മസ് എക്സാമിനേഷൻ നമ്മളെല്ലാവരെയും വലിച്ചാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. അപ്പോൾ ഈ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിൻ്റെ മാറ്റമൊക്കെ നമുക്ക് എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് നിസ്സാരമായി ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനുള്ള ഒരു അവസരമാണ് നമ്മുടെ ഈ മോഡൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. പല കുട്ടികളും മോഡൽ എക്സാമിനേഷനെ വളരെ ലാഘവത്തോടെയാണ് കാണുന്നത്. പല കുട്ടികളും പല മോഡൽ എക്സാമിനേഷൻ എഴുതാറില്ല. എന്നാൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ മാറ്റം അത് നമ്മളെല്ലാവരും വലച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായും നമുക്ക് ഫൈനൽ എക്സാമിനേഷനും ആ ഒരു തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മളോട് ചോദിക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് നടക്കുന്ന ഈ മോഡൽ എക്സാമിനേഷൻ മക്കളെ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, ഉറപ്പായും എഴുതിയിരിക്കണം. കാരണം നമുക്ക് ഫൈനൽ എക്സാമിനേഷന് ചോദിക്കുന്ന പോലത്തെ മോഡൽ ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മൾ ഇത്തവണ നമ്മുടെ മോഡൽ എക്സാമിനേഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പോയി മോഡൽ എക്സാമിനേഷൻ എഴുതണം. എന്നാലും പല കുട്ടികൾക്കും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്താണ് പ്രശ്നമെന്നല്ലേ, നമ്മളിപ്പോൾ പ്രാക്ടിക്കൽ എക്സാമിനേഷനൊക്കെ ആയിരുന്നു, അതിൻ്റെ പുറകിലായിരുന്നു. ഇനി വളരെ കുറച്ച് ദിവസം കൂടി മാത്രമേ ഉള്ളൂ. ഈ കുറച്ച് ദിവസം കൊണ്ട് എങ്ങനെയാണ് ഈ NCERTയിലെ മുഴുവൻ എക്സസൈസും എക്സാമ്പിളും ഒക്കെ നമ്മൾ കവർ ചെയ്യുന്നത് എന്നൊക്കെ പല കുട്ടികൾക്കും കുറച്ച് കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരിക്കാം. എന്നാൽ മക്കളെ, നിങ്ങൾ ആരും ഒന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല. ടീം സൈലം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അതിനുള്ള ഒരു ബെസ്റ്റ് സ്റ്റഡി പ്ലാനുമായിട്ട് ഇന്ന് രാത്രി കൃത്യം 7 മണിക്ക് നമ്മുടെ ടീം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ലക്ഷ്യത്തിലോട്ട് നടന്നെടുക്കാം. അപ്പോൾ എല്ലാവരും വരിക, നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം, പഠിക്കാം. ഓക്കെ.